ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇതൊരു ഷൈനിങ് ആയിട്ട് വരുന്നൊരു ബ്ലാക്ക് ക്ലോത്തും പിന്നെ ഒരു ഹക്കോബയുടെ ഒരു ഫാബ്രിക്കുമാണ്. അതിൻ്റെ കുറച്ച് പീസസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് ഭയങ്കരമായിട്ടും 4-5 കൊല്ലമായിട്ട് കയ്യിലിരിക്കുന്ന ഒരു ക്ലോത്തും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു ഔട്ട്ഫിറ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു മിഷൻ എംബ്രോയ്ഡറിയും ഹാൻഡ് എംബ്രോയ്ഡറിയൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മിഷൻ എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഉഷയുടെ മെഷീനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ കുറച്ചുകൂടെ സ്റ്റിച്ച് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്പീഡിലാണ് ഇങ്ങനെ സ്പീഡിലിട്ട് കാണിക്കുകയാണ്. എല്ലാം പതിയെ പതിയെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഉഷയിൽ വെച്ച് ചെയ്തത് തന്നെയാണ് കേട്ടോ ഈ ഒരു എംബ്രോയ്ഡറിയൊക്കെ വരുന്നത്. അതല്ല ശേഷം പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി വെച്ചത് കൈവച്ച് ചെയ്തെടുത്ത ഫ്ലവേഴ്സും ബീഡ്സും സ്വീക്വൻസൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയ ചെറിയ വർക്കുകളാണ് നമ്മൾ. അങ്ങനെ ഒരു ചെറിയ വർക്കും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡ്രസ്സിൻ്റെ എൻഡ് പോർഷൻ നല്ലൊരു ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ് റെഡിയാക്കി എടുക്കണ്ടേ. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മെഷർമെൻറ്റിന് ഒരു പാറ്റേൺ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു എലൈൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് യോക്ക് പോർഷൻ നമ്മൾ ഹക്കോബ ഫാബ്രിക് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ സ്റ്റിച്ച് അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്യൂസിങ് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ ഇതായി കാണുന്ന പോലെ ഫ്യൂസിങ് വെച്ച് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇതുപോലെ നമ്മൾ ലേസ് കിട്ടും, ഫ്യൂസിങ് ലേസ് പോലെയാണ് കേട്ടോ ഇതിരിക്കുന്നത്. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മൾ ചൂടോടെ അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എൻഡ് പോർഷൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അടർന്ന് പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മളെല്ലാം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ള് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഹക്കോബ പീസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഫിറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഔട്ട്ഫിറ്റ് നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.